ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജോയ്സി ജേസൺ. എൻ്റെ ജീവിതത്തിൽ ദൈവവചനത്തിൻ്റെ ശക്തി ആദ്യമായി അനുഭവിച്ചറിഞ്ഞ ദൈവാനുഭവത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 20-ാം തിരുലിഖിതത്തിൽ ഇങ്ങനെയാണ് പറയുക: നീതിയെ വിജയത്തിൽ എത്തിക്കുന്നതുവരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, പുകഞ്ഞ തിരി കെടുത്തുകയുമില്ല. 1987 ഏകദേശം 10 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് എൻ്റെ ഭവനത്തിൽ ആദ്യമായി വിശുദ്ധ ബൈബിളിൻ്റെ കോപ്പി ആദ്യമായി എത്തുന്നത്. ആരൊക്കെയോ ആ പ്രദേശത്ത് സൗജന്യമായി വിതരണം ചെയ്ത ബൈബിളിൻ്റെ ഒരു കോപ്പി ഞങ്ങളുടെ വീട്ടിലും എത്തിക്കുകയായിരുന്നു. ആനുകാലിക പ്രസിദ്ധീകരണങ്ങളോ വർത്തമാന പത്രമോ മാസികകളോ ഒന്നും വാങ്ങാൻ പണമില്ലാതിരുന്ന എൻ്റെ ബാല്യകാലത്ത് ബൈബിൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ നിധി തന്നെയായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെങ്കിലും ബൈബിൾ ഒരു അപൂർവ കാഴ്ചയുമായിരുന്നു. പലപ്പോഴും പുസ്തകങ്ങൾ വായിക്കാനും മാസികകൾ വായിക്കാനുമൊക്കെ അടുത്തുള്ള വീടുകളിൽ അവരെല്ലാം വായിച്ചു തീർന്ന് ഊഴത്തിനായി അവരുടെ അടുത്ത് ചെന്ന് കെഞ്ചി വാങ്ങി വായിക്കുകയായിരുന്നു എൻ്റെ പതിവ്. അതുകൊണ്ട് തന്നെ ബൈബിൾ കണ്ടപ്പോൾ മനസ്സിന് വലിയൊരു സന്തോഷമായിരുന്നു. ഏകദേശം 13 വർഷത്തോളം നീണ്ട ദാമ്പത്യ ജീവിതത്തിൽ 3-4 അബോർഷനുകൾക്ക് ശേഷമാണ് എൻ്റെ ജനനം. ഞാൻ ജനിച്ചതിന് ശേഷം വേറെ മക്കളൊട്ട് ഉണ്ടായിരുന്നുമില്ല. അതുകൊണ്ട് തന്നെ കടുത്ത ഏകാന്തത എൻ്റെ വീട്ടിലെ കൂടപ്പിറപ്പായിരുന്നു. സംസാരിക്കാൻ ആളില്ലാതെ, പങ്കുവെക്കാൻ ആളുകളില്ലാതെ, സ്വയം സ്നേഹിക്കാനാവാതെ മറ്റുള്ളവരോട് കലഹിച്ചു നടന്ന ബാല്യത്തിൻ്റെ വേദന നിറഞ്ഞ നാളുകളിൽ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്ന ഒരു കാലമായിരുന്നു അത്. അമ്മയുടെ വർദ്ധിച്ചു വരുന്ന അസുഖങ്ങളും ചോർന്നൊലിക്കുന്ന വീടും ഞങ്ങളുടെ പരാധീനതകളുടെ ലിസ്റ്റിൽ ഏറെ മുന്നിലായിരുന്നു. അന്നത്തെ ദിവസത്തെ വൈകുന്നേരങ്ങളിലെ ചർച്ചകൾ മുഴുവൻ എങ്ങനെ കടം വീട്ടണമെന്നും നാളേക്കുള്ള ഭക്ഷണത്തിനുള്ള പണം എങ്ങനെ കണ്ടെത്തും എന്നുള്ളതൊക്കെയായിരുന്നു. പലപ്പോഴും കടകളിൽ കടം വാങ്ങാൻ പോകേണ്ട ഉത്തരവാദിത്തം എൻ്റേതായിരുന്നു. അതുകൊണ്ട് തന്നെ യാതൊരു കോൺഫിഡൻസും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഞാൻ വളർന്നു വന്നിരുന്നത്. എന്നാൽ ബൈബിൾ വീട്ടിൽ വന്നതും ഇടയ്ക്കിടെയെങ്കിലും അതൊന്ന് വായിക്കാനുള്ള വലിയൊരു പ്രചോദനം എൻ്റെ മനസ്സിൽ നിറഞ്ഞു. വിരസത നിറഞ്ഞ പകലുകളിലും വിഷാദം നിറഞ്ഞ രാത്രികളിലും ഞാൻ ആ തിരുലിഖിതങ്ങൾ പലവരു വായിക്കാൻ തുടങ്ങി. ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു: ഈ ബൈബിളിന് എന്നെ മനസ്സിലാകുമായിരിക്കും. ആ ഒരു ബോധ്യത്തോടെ ഞാൻ വായിക്കാൻ തുടങ്ങി. വായിച്ചപ്പോഴൊക്കെ എന്തൊക്കെയോ മനസ്സിലേക്ക് ഒരു സ്നേഹം നിറയുന്നത് പോലുള്ള ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. പതുക്കെ പതുക്കെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നനുത്ത സ്നേഹം എന്നെ തൊടാൻ തുടങ്ങി. ആ വചനമാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 20-ാം തിരുലിഖിതം. അവൻ പുകഞ്ഞ തിരി കെടുത്തുകയില്ല. മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ മാത്രം പഠിച്ചിരുന്ന, വളരെയേറെ കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് നീക്കിയിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശയുടെ ഒരു പൊന്നാളമായിരുന്നു ആ വചനം. അതെ, പുകഞ്ഞ തിരിയെ അവൻ കെടുത്തുകയില്ല. അപകർഷത ബോധമുണ്ടെങ്കിലും, മറ്റുള്ളവരെ സ്നേഹിക്കുന്നില്ലെങ്കിലും, ആളുകളോട് കരുതാനാവില്ലെങ്കിലും എന്നെയും കാക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ എൻ്റെ തിരിയിലേക്ക് എണ്ണ പകരും. അവൻ എന്നെ ഒടിക്കുകയില്ല. ഈ ഞാങ്ങണയെയും അവന് വേണം. നാഥാ, നന്ദി. ആരും അറിയാത്ത ഏതോ ഒരു വ്യക്തിയിലൂടെ എനിക്കൊരു ബൈബിൾ സമ്മാനിച്ചതിന്, അത് വായിക്കാനുള്ള പരിശുദ്ധാത്മ പ്രേരണ നൽകിയതിന്, ആ തിരുലിഖിതത്തിലൂടെ വർഷങ്ങളോളം നീണ്ട ഇടർച്ചകളെയും പതർച്ചകളെയും തളർച്ചകളെയും വേദനകളെയും പ്രതിസന്ധികളെയും നേരിടാൻ കരുത്തു പകർന്നതിന്. ആമേൻ.